ആട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കടയിൽ നിന്ന് വാങ്ങിച്ച ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അത് എത്ര വാങ്ങിച്ചാലും എത്ര വാങ്ങിച്ചാലും തികയുകയില്ല. ആ ഫ്ലേവർ ഇട്ട് കിട്ടുകയില്ല. നമുക്ക് ആ കറിയുടെയൊക്കെ ടേസ്റ്റും അല്ലെങ്കിൽ ആ എണ്ണ ചൂടാകുമ്പോഴുള്ള ആ സ്മെല്ലൊക്കെ അത് നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് എത്ര ആയാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് തീർന്നു കഴിയും ഉടനെ അങ്ങനെ തീരുന്നു എന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കുറച്ച് ഒരു 10-60 എണ്ണം അങ്ങ് വെട്ടിവെച്ച് ഞാൻ തന്നെ അതാകുമ്പോൾ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഉണക്കി കുത്തിയെടുത്ത് ആട്ടുകയാണ് പതിവ്. ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ ആളത് കുത്തിയൊക്കെ അരിഞ്ഞൊക്കെ തന്നു. അതിനെ ഉണക്കി ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുത്തു. വെയിലത്തിട്ടുകൊണ്ട് നടന്ന് നോക്കി നിൽക്കാൻ നേരമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുത്ത് ആട്ടാൻ കൊടുത്ത് ആട്ടുന്ന മില്ലുണ്ട് തൊട്ട് അവിടെ തന്നെ കൊടുത്ത് ആട്ടിച്ച് വെച്ചിരുന്ന് 3-4 ദിവസം വെച്ചിരുന്ന് അരിച്ച് എടുത്തു കേട്ടോ. അപ്പോൾ ഇനിയൊരു 2-2.5 മാസത്തേക്കുള്ളതുണ്ടാവും. ഒരു 5-6 ലിറ്ററോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകല്ലൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ചിലർ പറയും അതിൻ്റെ അകത്ത് കുറച്ച് ഉലുവ ഇടാൻ നല്ലതെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, രണ്ടും ചെയ്തു. ഉപ്പുകല്ലും ഇട്ടു, ഉലുവയും ഇട്ടു. പിന്നെ വെയിലത്തൊന്നും വെച്ച് ചൂടാക്കാറില്ല കേട്ടോ ഞാൻ. അത് വെച്ചില്ലെങ്കിലും എനിക്ക് കേടാകാറൊന്നുമില്ല അങ്ങനെ വെച്ചിരുന്നാലും. എന്തായാലും തൽക്കാലത്തേക്ക് ഇത് മതി. ഇനിയിപ്പം വേനൽ കഴിയുമ്പോഴത്തേക്കും മഴക്കാലത്തേക്കുള്ളത് അപ്പം ആട്ടിയെടുക്കണം. കൂടുതൽ ആട്ടി വെക്കേണ്ടതായിട്ട് വരും.